രാവിലെ എണീക്കുമ്പോഴുള്ള തുമ്മൽ, മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒലിക്കുക, അതോടൊപ്പം ഇടയ്ക്കിടെ ജലദോഷം വരുന്നവർ. മൂക്കിലെ പ്രശ്നങ്ങൾക്കെല്ലാം സ്ഥിരമായിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നാണ് മൂക്കിലടിക്കുന്ന തുള്ളി മരുന്നുകളും നെയ്സൽ സ്പ്രേസും. എന്നാൽ പലപ്പോഴും ഒ പിയിൽ വരുന്ന രോഗികൾക്ക് കൺഫ്യൂഷനാണ്. ഏത് പ്രശ്നത്തിന് ഏത് മരുന്ന് ഉപയോഗിക്കണം? തുള്ളിമരുന്നാണോ അതോ മൂക്കിലൊഴിക്കുന്ന നെയ്സൽ സ്പ്രേസ് ആണോ? ഇത്തരം പ്രശ്നങ്ങൾ ഒ പിയിൽ വരുന്നവർ സ്ഥിരമായി പറയുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. മൂക്കിലെ അലർജി എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും തുമ്മലുണ്ടാവാം, മൂക്കടപ്പ് അനുഭവപ്പെടാം, മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒലിക്കും. അതുപോലെ തന്നെ കണ്ണിലും മൂക്കിലുമൊക്കെ ചൊറിച്ചിലുണ്ടാവാം, തൊണ്ടയുടെ പിന്നിൽ ചൊറിച്ചിലുണ്ടാവാം. ഇതിനൊക്കെ പ്രധാനമായിട്ടും മൂക്കടപ്പും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മാറാനും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ് നെയ്സൽ ഡ്രോപ്സ് ആൻഡ് നെയ്സൽ സ്പ്രേസ്. ഇതിൽ നെയ്സൽ ഡ്രോപ്സ് എന്തിനൊക്കെ ഉപയോഗിക്കാം, നെയ്സൽ സ്പ്രേസ് എന്തിനൊക്കെ ഉപയോഗിക്കാം, എപ്പോൾ എന്തിന് ഏത് ഉപയോഗിച്ചുകൂടാ, എത്ര കാലം ഇത് ഉപയോഗിക്കണം, ഇത്തരം കാര്യങ്ങളാണ് വീഡിയോയുടെ അവസാനം വരെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഈ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിന് ഞാൻ 6 തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് സലൈൻ നെയ്സൽ ഡ്രോപ്സ്. വളരെ സാധാരണയായിട്ട് നമുക്ക് വരുന്ന ജലദോഷ പനികൾക്ക് കൊടുക്കുന്ന വെറും ഉപ്പുവെള്ളം മാത്രമുള്ള സലൈൻ നെയ്സൽ ഡ്രോപ്സ്. ഈ സലൈൻ നെയ്സൽ ഡ്രോപ്സ് സാധാരണഗതിയിൽ 3 തുള്ളി 3-4 നേരം വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ചും 1 വയസ്സിൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സലൈൻ നെയ്സൽ ഡ്രോപ്സ് കൊടുക്കുന്നത് പൊതുവെ സേഫ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പല ബ്രാൻഡുകളിൽ ലഭ്യമാണ് താനും. ഇങ്ങനെയുള്ള ബോട്ടിലുകളിലാണ് സാധാരണ സലൈൻ നെയ്സൽ ഡ്രോപ്സ് വരുന്നത്. ഇത് സ്പ്രേ ആയിട്ടും തുള്ളിമരുന്നായിട്ട് ഉറ്റിക്കുന്ന രീതിയിലും നമുക്ക് ഉപയോഗിച്ചു കൊടുക്കാം. ഇനി ഈ സലൈൻ തന്നെ പ്രഷറൈസ്ഡ് പമ്പുകൾക്കകത്തും ലഭ്യമാണ്. സർജറിയൊക്കെ കഴിയുന്ന പേഷ്യൻസിന് സലൈൻ വാഷ് കൊടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. മറ്റ് നെയ്സൽ സ്പ്രേസ് ഉപയോഗിക്കുന്നതിന് മുന്നോടിയായിട്ട് സലൈൻ വാഷ് ചെയ്യുന്നത് ഈ സ്പ്രേയുടെ ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ സഹായിക്കും. അത് വീഡിയോയുടെ ഏറ്റവും അവസാനം എങ്ങനെയാണ് ഈ സലൈൻ വാഷ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുകയും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി സലൈൻ നെയ്സൽ ഡ്രോപ്സ്. ഇനി രണ്ടാമത്തേത് ഡീകൺജസ്റ്റന്റ് നെയ്സൽ ഡ്രോപ്സ്. ഡീകൺജസ്റ്റന്റ് നെയ്സൽ ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഓക്സിമെറ്റസോളീൻ, സൈലോമെറ്റസോളീൻ എന്നീ മരുന്നുകൾ അടങ്ങിയവയാണ്. ഇതും 2 തരത്തിൽ വിപണിയിൽ ലഭ്യമാണ്. നെയ്സൽ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതും തുള്ളിമരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും. തുള്ളിമരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു 3 തുള്ളി 3 നേരം നമുക്ക് 5 മുതൽ 7 ദിവസം വരെ ഉപയോഗിച്ചു കൊടുക്കാം. സ്പ്രേ ആണെങ്കിൽ രാവിലെയും വൈകിട്ടും മാത്രം ഉപയോഗിച്ചു കൊടുക്കുക. അത് തന്നെ ഒരു 7 ദിവസത്തേക്ക് മാക്സിമം. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരുന്നുകൾക്ക് നമുക്കൊരു തരം അഡിക്ഷൻ പോലെ രൂപപ്പെടാം. മൂക്ക് പെട്ടെന്ന് നല്ലോണം തുറക്കുന്നത് കൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി നമ്മുടെ ഇടയിലുണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ റീബൗണ്ട് കൺജഷൻ വരുന്നത് കൊണ്ട് ആദ്യമൊക്കെ നമുക്കൊരു 3-4 മണിക്കൂർ കൂടുമ്പോൾ ഈ മരുന്ന് മതിയാവും. എന്നാൽ തുടരെ ഉപയോഗിക്കുമ്പോൾ ഓരോ മണിക്കൂർ കൂടുമ്പോൾ മൂക്ക് തുറക്കണമെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ചേ മതിയാവൂ എന്ന രീതിയിലേക്ക് രോഗിയെത്തും. അതിനാണ് റൈനൈറ്റിസ് മെഡിക്കമെൻറ്റോസ എന്ന് പറയുന്നത്. ഈ റൈനൈറ്റിസ് മെഡിക്കമെൻറ്റോസ ഉണ്ടാക്കുന്ന മൂക്കടപ്പ് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണിതാണ്. അതുകൊണ്ട് ഓക്സിമെറ്റസോളീൻ, സൈലോമെറ്റസോളീൻ തുടങ്ങിയ മരുന്നുകളുള്ളവ മാക്സിമം ഒരു 7 ദിവസം മാത്രം ഉപയോഗിക്കുക. അതിൽ കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കുകയും ചെയ്യരുത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അലർജിക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് നെയ്സൽ സ്പ്രേസ് ആണ്. പല ബ്രാൻഡിൻ്റെ അടിയിൽ ഈ മരുന്നുകൾ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ് താനും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവയുടെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്. ഇതിൽ പ്രധാനമായിട്ടും സ്ഥിരമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് മൊമിറ്റസോൺ നെയ്സൽ സ്പ്രേസ്, ഫ്ലൂട്ടിക്കസോൺ ഫ്യൂറോവേറ്റ്, ഫ്ലൂട്ടിക്കസോൺ പ്രൊപ്പിയോണേറ്റ്, പിന്നെയുള്ളത് ബ്യൂഡിസണൈഡ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് സാധാരണയായി മൊമിറ്റസോൺ എന്ന നെയ്സൽ സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി മുതിർന്ന് കഴിയുമ്പോൾ ഫ്ലൂട്ടിക്കസോൺ, ഫ്യൂറോവേറ്റ്, പ്രൊപ്പിയോണേറ്റ് തുടങ്ങിയവയെ ഉപയോഗിക്കാം. സ്റ്റിറോയിഡ് നെയ്സൽ സ്പ്രേസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അലർജി മൂലമുള്ള ഇൻഫ്ലമേഷൻ അത് കുറയ്ക്കും. അലർജി കാരണമുള്ള മൂക്കടപ്പും ഇതുമൂലം മാറിക്കിട്ടും. മാറാതെയുള്ള നെയ്സൽ അലർജിക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ നെയ്സൽ സ്പ്രേസ്. എന്നാൽ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം. നെയ്സൽ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലത്തെ മൂക്കിലാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ ഇടത്തെ കൈയിലാണ് പിടിക്കേണ്ടത്. ക്യാപ്പ് മാറ്റിയ ശേഷം ഈ സൈഡിലേക്ക് തിരിച്ച് 1 പഫ് അല്ലെങ്കിൽ 2 പഫ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ അതുപോലെ തിരിച്ചും. നെയ്സൽ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചെടുത്ത് തൊണ്ടയുടെ പിന്നിലേക്ക് ഈ മരുന്ന് വരാതിരിക്കാനും ശ്രദ്ധിക്കുക. സ്റ്റിറോയിഡ് നെയ്സൽ സ്പ്രേസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പല രോഗികളും ചോദിക്കുന്ന ഒരു ചോദ്യം,
ഡോക്ടറെ സ്റ്റിറോയിഡ് കഴിക്കരുതെന്നാണല്ലോ പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ ഈ നേസൽ സ്പ്രേസ് സേഫ് ആണോ? സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാലം ഉപയോഗിച്ചാലും സേഫ് ആയിട്ടുള്ള മെഡിസിനാണ്. അലർജി മൂലമുള്ള ബുദ്ധിമുട്ടുകൾക്ക് നല്ലൊരു പരിഹാരമാണ് ഈ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ. നാലാമതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൻറ്റി ഹിസ്റ്റമിൻ എന്ന മരുന്നുകൾ അടങ്ങിയ നേസൽ സ്പ്രേസ് ആണ്. അതിൽ അസിലാസ്റ്റിൻ എന്ന മരുന്നാണ് പൊതുവെ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. ഈ അസിലാസ്റ്റിൻ മൂക്കിലെ കഞ്ചഷൻ കുറയ്ക്കാൻ നല്ലോണം സഹായിക്കും. എന്നാൽ വിപണിയിലുള്ള മിക്ക അസിലാസ്റ്റിൻ്റെ നേസൽ സ്പ്രേസും നമ്മൾ മൂക്കിലേക്ക് അടിക്കുമ്പോൾ തൊണ്ടയുടെ പിന്നിൽ ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇത് വളരെ ഷുഗറി ആയിട്ട് തോന്നുകയും ചെയ്യും. അതാണ് ഈ അസിലാസ്റ്റിൻ പോലുള്ള നേസൽ സ്പ്രേസിൻ്റെ ഒരു ഡ്രോബാക്ക്. അഞ്ചാമതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി ഹിസ്റ്റമിനെ കമ്പൈൻ ചെയ്യുകയാണ്. അതായത് ഫ്ലൂട്ടിക്കസോൺ ഫ്യൂറോവേറ്റും അതുപോലെ തന്നെ അസിലാസ്റ്റിനും ഒരുമിച്ച് ഒരു സ്പ്രേ ബോട്ടിൽ അടങ്ങിയിട്ടുള്ളവ. ഇതും അലർജിക്ക് സാധാരണയായിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നാണ്. പലപ്പോഴും പല ബ്രാൻഡുകൾക്കും ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ തൊണ്ടയുടെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചീത്ത ടേസ്റ്റ് ഉണ്ടാവാറുമുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഭാഗം ഈ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡീകൺജസ്റ്റന്റ് നേസൽ ഡ്രോപ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മരുന്ന് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു 5-6 ദിവസത്തേക്ക് മാത്രം ഒരു പഫ് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കുറേ അധികം ഡോക്ടർമാർ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുമില്ല. എന്നാൽ ഓവർ ദ കൗണ്ടറായിട്ട് പെട്ടെന്ന് മൂക്ക് തുറക്കുന്നത് കൊണ്ട് കുറേ അധികം ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യുന്നുമുണ്ട്. ഈ മരുന്നിൽ എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂട്ടിക്കസോൺ ഫ്യൂറോവേറ്റിനോടൊപ്പം ആദ്യം പറഞ്ഞ ഡീകൺജസ്റ്റന്റ് നേസൽ സ്പ്രേ ആയ ഓക്സിമെറ്റസോളിനും കൂടെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. അപ്പോൾ ഈ 2 മരുന്നുകളെ ഒരു പാക്കറ്റിനുള്ളിലാക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ 6ാമത്തെ വിഭാഗം കിട്ടുന്നത്. പക്ഷേ ഇതും നേരത്തെ പറഞ്ഞ റൈനൈറ്റിസ് മെഡിക്കമെൻറ്റോസ എന്ന പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തുടരെ ഉപയോഗിക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം ഒരു 5 ദിവസത്തേക്ക് ലിമിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ നേസൽ സ്പ്രേസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ശരിക്കും ഏറ്റവും നല്ലത് ഒരു നേസൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ OPയിൽ വരുന്ന എല്ലാ രോഗികളോടും പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുമുണ്ട്. അതായത് ഒരു 200 ml വെള്ളം എടുക്കാം, അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട ശേഷം നല്ലവണ്ണം തിളപ്പിച്ചാർക്കുക. ഒരു 10 ml സിറിഞ്ച് എടുത്ത് ഇത് വലിച്ചെടുത്ത ശേഷം ഒരു വാഷ് ബേസിൻ്റെ മുന്നിൽ നിന്ന് 2 മൂക്കിലൂടെയും ഫ്ലഷ് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ തയ്യാറാക്കിയ ഉപ്പുവെള്ളം അപ്പോൾ തന്നെ ഉപയോഗിച്ച് തീർക്കാൻ ശ്രദ്ധിക്കുക. അത് ഒരിക്കലും വൈകിട്ടത്തെ ആവശ്യത്തിനായിട്ട് വെക്കരുത്. ഇങ്ങനെ വാഷ് ചെയ്ത ശേഷം നേസൽ സ്പ്രേ ഉപയോഗിച്ചാൽ ആ സ്പ്രേയുടെ ഇഫക്റ്റീവ്നെസ് കൂടും, അത് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മൂക്കിൽ നിന്നുള്ള പൊടിപടലങ്ങളും വൈറസുകളും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ വേഗം വാഷ് ഔട്ട് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെയാണ് അലർജിക്കായിട്ട് സാധാരണഗതിയിൽ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൈനൈറ്റിസ് മെഡിക്കമെൻറ്റോസ അല്ലെങ്കിൽ റീബൗണ്ട് കൺജഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഓക്സിമെറ്റസോളിൻ, സൈലമെറ്റസോളിൻ തുടങ്ങിയ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും സ്വയ ചികിത്സയ്ക്ക് മുതിരരുത്. ഇനി അഥവാ ഉപയോഗിച്ചാൽ തന്നെ ഒരു 5 മുതൽ 7 ദിവസം വരെ മാത്രം. അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നേസൽ വാഷും സലൈൻ നേസൽ ഡ്രോപ്സും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.